ഇന്നും സുഗതകുമാരി ടീച്ചർ തന്നെയാണ് ഇപ്പോഴും മനസ്സിലുള്ളത്. നോക്ക്, ഞാനും കണ്ടു FBയിലും അല്ലാതെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചിലരാളാകാൻ വേണ്ടി അങ്ങനെ തന്നെ പറയണം. വെറുതെ ടീച്ചറുടെ ജീവിതത്തെ മുഴുവൻ വിലയിരുത്തുന്നത് ഹിന്ദു വർഗീയത, ഉന്നത ജാതി സങ്കല്പം, വിതുര പെൺകുട്ടിയുടെ വിവാഹം തുടങ്ങിയ കുറേ കമൻറ്റുകളുമായിട്ട് അർഹിക്കുന്ന സഹതാപത്തോടെ പുച്ഛത്തോടെ. ഒരു ചടങ്ങുണ്ട് സാധാരണ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ, കർക്കിടകമാകുമ്പോൾ ചേട്ടയെ പുറത്താക്കുക എന്നുള്ളത്. അത് വീട്ടിലുള്ള മാറാലുകൾ മാത്രമല്ല, വീട്ടിലടിഞ്ഞുകൂടുന്ന, മനസ്സിലടിഞ്ഞുകൂടുന്ന എല്ലാ ദുഷിപ്പുകളും ദൂരെയാക്കുക എന്നത് വളരെ നിർബന്ധ ബുദ്ധിയോടെ ചെയ്യേണ്ടതാണെന്ന് കൂടി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ അത്തരം കമൻറ്റുകളെ ഞാൻ വിട്ടുകളഞ്ഞിട്ട് നമുക്ക് സുഗതകുമാരി ടീച്ചറെ കുറിച്ച് മാത്രം ചിന്തിക്കാം. എന്തുകൊണ്ടാണ് മറ്റേതൊരു കവയത്രിയേക്കാളും മറ്റേതൊരു സാംസ്കാരിക നായിക അങ്ങനെയുള്ളവരെക്കാളും സുഗത ടീച്ചർ നമ്മുടേതായത്, നമ്മൾ എത്രയോ പേര് അമ്മയെന്ന് വിളിച്ചത് എന്ന് അത് കൃത്യമായിട്ട് പ്രഭാവർമ്മ കവി അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ച് സത്യം തന്നെയാണ്. അപമാനിതയാകുന്ന പെണ്ണും വേറിട്ടു പോകുന്ന വനവും വിഷലിപ്തമാവുന്ന നദിയും വരണ്ടുപോകുന്ന മണ്ണും വന്ധ്യമായി പോകുന്ന മേഘവുമാണ് കവികളെക്കാളും നിരൂപകരെക്കാളും കൂടുതലായി സുഗത ടീച്ചറെ അറിഞ്ഞത്. എത്ര കൃത്യമാണെന്ന് നോക്കൂ. സൈലന്റ് വാലി എന്ന ഒരൊറ്റ കാര്യമാണ് ആദ്യമായിട്ട് ടീച്ചറെ ഇത്രയേറെ മുന്നോട്ട് കൊണ്ടുവന്നത്. മലയാള സമൂഹം, കേരള സമൂഹം ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത് അപ്പോഴാണ്. അതിനെക്കുറിച്ച് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ടീച്ചർ മറ്റുള്ളവർക്ക് കത്തയച്ചത്, ONV സാർ ഉൾപ്പെടെ എല്ലാവർക്കും കത്തയച്ചത് ഇങ്ങനെ പറഞ്ഞാണ്: തോൽക്കും എന്ന് ഉറപ്പുള്ള യുദ്ധത്തിൽ പങ്കാളിയാകാൻ വരൂ എന്ന്. ആ തോൽക്കുമെന്ന ഉറപ്പ് ഉണ്ടായിപ്പോയത് വേറെ ആരുടെയും കുറ്റം കൊണ്ടല്ല, ഞാനും നിങ്ങളും ഉറങ്ങുന്ന സമൂഹം കൊണ്ടാണ്. എല്ലാ യുദ്ധത്തിനും ടീച്ചർ എന്നിട്ടും ഇറങ്ങുമായിരുന്നു. നോവുമെന്നും ചിറകറ്റു പോകുമെന്നും തൂവലുകൾ ഓരോരുത്തരായിട്ട് പറിച്ചെടുക്കുമെന്നും അറിഞ്ഞിട്ടും ടീച്ചർ അത്തരം യുദ്ധങ്ങൾക്ക് പോവുക തന്നെ ചെയ്തു. ഞാൻ മറ്റാരുടെയും കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യം തന്നെ, എൻ്റെ അനുഭവം പറയട്ടെ. ഒരിക്കൽ ഞാൻ അമൃതയിൽ അമൃത TV വർക്ക് ചെയ്യുന്ന കാലമാണ്. ബിന്ദു സാജൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മികച്ച മാധ്യമപ്രവർത്തകയുമായ ബിന്ദു സാജനാണ് അന്ന് ഞങ്ങൾ രണ്ടുപേരുമാണ് സഖി എന്നൊരു പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറും ആങ്കറുമായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഏതോ ഒരു ദിവസം ടീച്ചറുടെ അഭയ, അത്താണി അതൊക്കെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള മുന്നൊരുക്കത്തിനായിട്ട് ബിന്ദു ടീച്ചറുടെ വലിയ അടുത്ത ആൾ തന്നെയാണ്. ഞങ്ങൾ അവിടെ ചെന്നിരിക്കുന്നു, പ്രോഗ്രാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, എങ്ങനെ വേണം. അപ്പോൾ ടീച്ചറിന് നിർബന്ധമുണ്ട് അവിടുത്തെ പിള്ളേരുടെ മുഖം കാണിക്കരുത്, അപ്പോൾ എന്തൊക്കെയാണ്, അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മാധ്യമരംഗത്ത് എത്തിയിട്ട് ഏതാണ്ട് 15ാം വർഷമൊക്കെ ആയിട്ടുണ്ട്. അതിനു മുമ്പ് ഒരുപാട് ഫീച്ചറുകൾ, സ്ത്രീകളുടെ പോരാട്ടം വലിയ വലിയ സംഭവമായിട്ടൊക്കെയാണ് സ്വയം അങ്ങ് ചിന്തിച്ചിരിക്കുന്ന കാലവും കൂടിയാണ്. ആ വിടർന്ന പത്തിയുടെ മേളിൽ കിട്ടുന്ന അടി എത്രയാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ പത്തി എത്രത്തോളം ഉയർന്നിരുന്നു എന്നും കൂടെ കാണിച്ചാലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഒരു വണ്ടിയിൽ കുറച്ച് കുട്ടികൾ, എൻ്റെ ഇളയ കുഞ്ഞിനേക്കാളിൽ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഒരു 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയൊക്കെയുള്ള കുറേ പെൺകുട്ടികൾ വന്നിറങ്ങുന്നു. ഒരു 6-7 ഉണ്ടെന്ന് തോന്നുന്നു. ബിന്ദുവിനോട് ചോദിക്കണം കൃത്യം എത്രയാണെന്ന്. ഞാൻ അടി കൊണ്ടതുകൊണ്ട് ഇപ്പോൾ പകുതി ഓർമ്മയുള്ളൂ. അവർ വന്നിറങ്ങുന്നു. അപ്പം ഞങ്ങൾ വളരെ കുട്ടികൾ വന്നിറങ്ങുന്നു. ടീച്ചർ എന്തോ ചെന്ന് പറയുന്നു. എല്ലാവരും ഇങ്ങനെ വിരങ്ങോട്ടിട്ട് പോവാനൊക്കെ പറയും. അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പിള്ളേരെല്ലാം വളരെ സന്തോഷത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ തിരിച്ചു വന്ന് ടീച്ചർ പറയുന്നു, അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതാണ് ബാലവേശ്യ തെരുവിൽ നിന്നെന്ന്. ഞാൻ പെട്ടെന്നേ ടീച്ചറെ എന്നിങ്ങനെ വിളിച്ചു. കാരണം കുഞ്ഞു പിള്ളേർ, കൊച്ചു നിഷ്കളങ്കത മാത്രമുള്ള കൊച്ചു പിള്ളേർ, അത് ദാരിദ്ര്യം കൊണ്ട് മെലിഞ്ഞൊട്ടിയ ശരീരവുമായിട്ട് ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മളൊരു ബാലവേശ്യ തെരുവ് എന്നുള്ളൊരു സങ്കല്പം എനിക്കത് ചിന്തിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയിക്കൊണ്ട് തന്നെ ടീച്ചറെ എന്നൊന്ന് വിളിച്ചു. എന്നാൽ ടീച്ചർ ഒന്നും മിണ്ടിയില്ല. വളരെ ഗൗരവത്തിൽ ബിഹേ എന്നുള്ള മട്ടിൽ ഒരു പക്ഷേ ചാട്ടുളി പോലെ ഒരു നോട്ടം എൻ്റെ നേരെ തന്നിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് ഗീത നമ്മുടെയൊക്കെ കുഴപ്പം. ഇത്രയും നാൾ സഖി ചെയ്തയാൾ, ഇത്രയും നാൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എന്തൊക്കെയോ ലേഖനങ്ങൾ എഴുതിയെന്ന് പറഞ്ഞ് നടക്കുന്നയാൾ ഞെട്ടുന്നു. ടീച്ചർ ശരിക്കും പുച്ഛിച്ചെന്നെ നോക്കി ചിരിച്ചു. ഇതാണ് നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല. നിങ്ങളെല്ലാവരും ഈ പുറത്ത് കാണുന്നതും വെച്ചിട്ട് എഴുതിക്കൊണ്ട് നടക്കുകയാണ്. എന്തെഴുതി? ഇത്രയും നാളായിട്ട് അറിയില്ലേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതാണ് ഉപയോഗിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെന്ന് നിങ്ങൾ എന്ത് വിചാരിച്ചത്? ഉപയോഗിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എന്തോ വേറെ എന്തോ പാവക്കുട്ടികളാണെന്നോ? അല്ല, ഇവരാണ്, പച്ചയ്ക്ക് ഇവരൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്ന കുട്ടികൾ. പറ്റുമെങ്കിൽ ഇതൊക്കെ നിർത്ത്. പിന്നെ ടീച്ചർ വേറൊരു ട്രാൻസിലായിപ്പോയി. ഞാൻ ബിന്ദുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്
വല്ലാതെ അതാണ് ടീച്ചർക്ക് തരുന്ന ഓരോ തവണയും ഇതുപോലെ ഓരോ പാഠങ്ങൾ ടീച്ചർ തരാറുണ്ട്. ഓരോ പാഠങ്ങൾ അപമാനിക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള പെൺകുട്ടികളുടെ പോരാട്ടത്തിന് വേണ്ടി നിലനിൽക്കുന്ന ടീച്ചറെ നമ്മൾ സംശയിക്കുമ്പോൾ നമ്മളുടെ രീതിയിൽ പോരാടിയ പെൺകുട്ടികളുടെ ജീവിതം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം. അല്ലെങ്കിൽ നിങ്ങളിൽ എത്ര പേർ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് അപമാനിക്കപ്പെട്ട പെണ്ണിന് വേണ്ടി, വന്ധ്യയായി പോകുന്ന മേഘങ്ങൾക്ക് വേണ്ടി, വിഷലിപ്തമാകുന്ന നദിക്ക് വേണ്ടി, വരണ്ടു പോകുന്ന മണ്ണിനു വേണ്ടി നമ്മൾ എപ്പോഴാണ് അതുപോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് നിർത്തി മുന്നോട്ട് വന്നിട്ടുള്ളത്? ഇല്ല, നമ്മൾ വന്നിട്ടില്ല. നമ്മൾ മാറിയിരുന്നതേ ഉള്ളൂ. ആ വന്നതുകൊണ്ട് കൂടിയാണ് കവിതകളിൽ ടീച്ചർ നമ്മൾക്ക് തന്നിട്ടുള്ള വലിയൊരു സ്വർഗ സംഗീതത്തിനുൾപ്പെടെ നമ്മൾ നന്ദി പറഞ്ഞു നിൽക്കുന്നത്. ഞാൻ വീണ്ടും പ്രഭാവർമ്മ അദ്ദേഹത്തിൻ്റെ എഴുത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അതുപോലെ കൃഷ്ണസങ്കല്പത്തെ പറ്റിയുള്ള, അത് കവിയെക്കുറിച്ചുള്ളതാണ്, മുൻനിർത്തിയുള്ള നിതാന്തരമായ തിരച്ചിലായിട്ടുണ്ട് ആ കാവ്യസപര്യ. എല്ലാം മറന്ന് എങ്ങോ കേൾക്കുന്ന ഒരു ഓടൽക്കുഴവിളി തേടിയിറങ്ങുന്ന ഒരു രാധ ടീച്ചറിൽ എന്നും ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ളതൊക്കെ പിന്നിലെവിടെയോ ഉപേക്ഷിച്ച് നിലാവിൻ്റെ മുല്ലമാലകൾ വാരിയണിഞ്ഞ് കണ്ണുനീരിൽ കുളിച്ചലയുന്ന രാധ. ആ അലച്ചിൽ കണ്ണനോടൊപ്പം വള്ളിയൂഞ്ഞാൽ ആടാനല്ല, പിന്നെയോ ഒന്നും പേടിക്കാതെ ചോര ഓടിയെത്തുന്നത് അന്ത്യബിന്ദുവിലേക്കാണ്. അങ്ങനെ എത്തുന്ന ഒരു കവിയെയാണ് നമ്മൾ സ്നേഹിച്ചത്. അങ്ങനെ പ്രകൃതിക്ക് വേണ്ടി, അപമാനിതയായ പെണ്ണിനു വേണ്ടി, വന്ധ്യയായി പോകുന്ന മേഘത്തിനു വേണ്ടി, വരണ്ടു പോകുന്ന മണ്ണിനു വേണ്ടി നിന്ന ഒരമ്മയെയാണ് നമ്മൾ സ്നേഹിച്ചത്. ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പ്രകൃതിയെ അമ്മ എന്ന് വിളിക്കുമെങ്കിൽ അമ്മയുടെ മകളെന്ന് വിളിക്കാം സുഗതകുമാരി ടീച്ചർ എന്ന്. അങ്ങനെയെല്ലാം നമ്മൾ സ്നേഹിച്ച സുഗതകുമാരി ടീച്ചറാണ് നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. സുഗതകുമാരി കവിത മാനുഷികമായ എന്തിനേയും ആശ്ലേഷിക്കുന്ന ഒരു തരംഗാവലിയായി എന്നും പടർന്നു നിന്നു. വർത്തമാനകാല ദുരന്ത യാഥാർത്ഥ്യങ്ങൾ കണ്ണും മനസ്സും പൊള്ളിക്കുമ്പോൾ ആ ഉൾത്തീയിൽ ഉരുകിക്കൊണ്ട് സമകാലീന പ്രസക്തിയിൽ നിന്ന് സർവകാലിക പ്രസക്തിയിലേക്ക് ചിറകടിച്ചുയരുന്ന എത്രയോ കാവ്യങ്ങൾ അവർ നമ്മൾക്കായി നൽകിയിട്ടുണ്ട്. അവ ആധുനിക മനുഷ്യൻ്റെ കാപട്യത്തിൻ്റെ മുഖംമൂടികളെ പലപ്പോഴും കത്തി ചാമ്പലാക്കുകയും ചെയ്തു. ഈ നാട്ടിലെ പെണ്ണിനെ നശിപ്പിക്കുന്ന നിഷ്ഠൂരതയ്ക്ക് നേർക്ക് എന്നും അവർ കവിതയുടെ വാളോങ്ങി നിന്നു. അത്തരം സന്ദർഭങ്ങളിൽ അവർ പ്രതികാര ദുർഗയായി. ആ ബോധം കൊണ്ട് തന്നെ ആവണം ഞാനും ഒരു കഴുകനാണ് എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ അവർ എഴുതിയത്. ആശ്രയമറ്റ ഏത് പെൺമനസ്സിനെയും കണ്ണീർ തുടച്ച് ആശ്വസിപ്പിക്കുന്ന ആലംബ സ്ഥാനമായി ആ കവിത സവിശേഷ സാമൂഹിക ധർമ്മമനുഷ്ഠിച്ചു. സത്യത്തിൽ ആ സർവഭൂത ഹൃദയത്വം സുഗതകുമാരി കവിതയുടെ ആത്മാവായി എന്നും സ്പന്ദിച്ചു നിന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ശ്രദ്ധാഞ്ജലിയോടെ, ബാഷ്പാഞ്ജലിയോടെ ശുഭരാത്രി.